മലയാളികളെ പ്രിയപ്പെട്ട നടൻ. നമുക്കറിയാം, ശ്രീനിച്ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം ഒരിക്കലും നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ രാത്രിയോട് കൂടിയാണ് അദ്ദേഹത്തിനെ അസുഖബാധിതനായി തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ പുലർച്ചെ അദ്ദേഹം വിടവാങ്ങിയായിരുന്നു. നമുക്ക് എത്ര വർഷത്തെ പരിചയമാണ്, ആത്മബന്ധങ്ങളാണ് ഇദ്ദേഹം ഊട്ടിയുറപ്പിച്ചത്. എത്ര ഹിറ്റുകൾ തന്ന അദ്ദേഹത്തിൻ്റെ പേനയിലൂടെ എഴുതിയിരിക്കുന്ന എത്ര ഹിറ്റുകളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 1977 പി എ അബൂബക്കർ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് രംഗത്തെത്തിയത്. തുടർന്ന് മക്കളുടെയും അരവിന്ദൻ്റെയും കെ ജി ജോർജിൻ്റെയും അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചു. പഞ്ചവടി പാലത്തിലും വിൽക്കാനുണ്ട് സ്വപ്നങ്ങളും എന്നിവയിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം തിരക്കഥാരചനയിലും കടന്ന് പൂച്ചയ്ക്കൊരു മുക്കൂത്തി എന്ന സിനിമയിലും ആദ്യ തിരക്കഥ എഴുതി. ആ സിനിമയുടെയൊക്കെ ഹിറ്റുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ എത്ര ഹിറ്റുകൾ നമുക്കറിയാമല്ലോ. സന്മനസ്സിൽ വർക്ക് സമാധാനം, ടി പി ബാലഗോപാലനമ്മ, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയാണമന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്തും മുമ്പേ, അഴകിയ രാമണൻ, അങ്ങനെ പറയുകയാണെങ്കിൽ നിരവധി കണക്കുകൾ. നമുക്ക് നാടോടിക്കാറ്റൊന്നും നമുക്കൊരിക്കലും മറക്കാനുള്ള ആ ദാസനും വിജയനേൻ്റെ ഉള്ള കോമ്പിനേഷൻ നമ്മുടെ ജീവിതത്തിൽ മറക്കാനുള്ള അത്രമാത്രം ആത്മബന്ധമായിരുന്നു ലാലേട്ടനുമായിട്ട്, അതോടൊപ്പം മമ്മൂക്കായുമായിട്ട്. അങ്ങനെ മലയാള സിനിമയിൽ എല്ലാവരുമായിട്ടുള്ള ആത്മബന്ധം നിലനിർത്തിയ നടൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. രണ്ട് മക്കൾ, ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും, ആ മക്കളുമായിട്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനം, അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം അസുഖമായി കിടന്നപ്പോൾ പോലും ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ വീട്ടിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ആ സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരേ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുകയും പിന്നീട് അതിനുള്ള ചിരിയും കൗണ്ടറുകളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും നടൻ്റെ മരണം വലിയ ഒരു അഘാതമായിട്ട് മലയാള സിനിമയ്ക്ക് ആയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ശ്രീനിക്ക് പകരം മറ്റൊരു ശ്രീനി ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികശരീരം ഇപ്പോൾ വീട്ടിൽ ആണ്. 1 മണി മുതൽ ടൗൺ ഹാളിൽ 3 മണി പൊതുദർശനത്തിൽ വയ്ക്കും. പിന്നീട് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കൊച്ചിയിൽ തന്നെ സംസ്കാരം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ആശുപത്രിയിലും വീട്ടും ഒഴുകിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലേക്കാണ് എത്തുന്നത്. അങ്ങനെ നിരവധി സിനിമാ പ്രവർത്തകരും നിരവധി ആളുകളും ഈ വീട്ടിൽ തന്നെ ഉണ്ട്. വലിയ ഒരു സന്നാഹത്തോടു കൂടി തന്നെയാണ് ആളുകൾ ഇത് നോക്കിക്കാണുന്നതും. വലിയ ഒരു സങ്കടത്തിൻ്റെ അപ്പുറം വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, വിമല ചേച്ചി, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, വിമല ചേച്ചിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, എന്നും അദ്ദേഹത്തിന് ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെ, കൊച്ചുകുട്ടിയെ എങ്ങനെയാണ് നോക്കുന്ന ആ രീതിക്കാണ് വിമല ചേച്ചി അദ്ദേഹത്തെ നോക്കുന്നത്. ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന സീനുകൾ തന്നെയാണ് ഒരു കൊച്ചു കുട്ടികൾ നോക്കുന്ന പോലെ തന്നെ അദ്ദേഹം നോക്കുന്ന നമ്മൾ കാഴ്ചകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും നടൻ ശ്രീനിച്ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 1 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്നു. പിന്നീട് വൈകുന്നേരത്തോടു കൂടി, രാത്രി വൈകിയാലും സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കുമെന്ന് തന്നെയാണ്. തൃപ്പൂണിത്തുറയിൽ തന്നെ അടക്കുന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. തലശ്ശേരിയാണ് അദ്ദേഹം ജനിച്ചു വളർന്നതും, തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ പഠിച്ചു വളർന്ന് അവിടെയുള്ള ആളുകളുമായി അത്ര സൗഹൃദം. അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ വരാനുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തണം. എന്തായാലും ശ്രീനിച്ചേട്ടൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോഴും പൊതുദർശനം വീട്ടിൽ തുടരുന്നു. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.